ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ +1 സുവോളജിയിലെ ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയി ഡിസ്കസ് ചെയ്ത് അവസാനിപ്പിച്ചത്. ഇനി നമുക്ക് +1 നിന്ന് അടുത്ത ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം എന്നുള്ളത് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദർ എലിമിനേഷനാണ്. അപ്പോൾ എക്സ്ക്രീഷനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്ന് മെറ്റബോളിക് വേസ്റ്റ് മെറ്റീരിയൽസിനെ പുറത്തേക്ക് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സ്ക്രീഷൻ എന്നറിയാം. ഈ ഒരു ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായി വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് അമോണോടെലിസം, യൂറിയോടെലിസം, യൂറിക്കോടെലിസം പോലുള്ള കൺസെപ്റ്റുകൾ പറയാനുണ്ട്. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നെഫ്രോണിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയാനുണ്ട്. നെഫ്രോണിൻ്റെ സ്ട്രക്ചറിലേക്ക് നമുക്ക് വരാം. അതേപോലെ തന്നെ യൂറിൻ ഫോർമേഷൻ്റെ, അതായത് ഫിസിയോളജി ഓഫ് കിഡ്നി എന്ന രൂപത്തിൽ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നും യൂറിൻ ഫോർമേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നും പറയാനുണ്ട്. ഇനി അതേപോലെ കിഡ്നിയുടെ ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുന്ന റെഗുലേഷൻസ് എന്തൊക്കെയാണ്, റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ പറയാനുണ്ട്. അവസാനമായി നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്ന അല്ലെങ്കിൽ എക്സ്ക്രീറ്ററി സിസ്റ്റത്തെ ബാധിക്കുന്ന ഏതാനും ചില ഡിസോർഡേഴ്സ് കൂടെ പറയുമ്പോഴത്തേക്ക് ഈ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. സോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ, ഇതാണല്ലോ ചാപ്റ്ററിൻ്റെ പേര്. അതുകൊണ്ട് തന്നെ ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ ആരംഭിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്ക്രീഷൻ്റെ ഒരു ഡെഫിനിഷൻ നൽകണ്ടേ. അതുകൊണ്ട് എക്സ്ക്രീഷൻ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഓഫ് മെറ്റബോളിക് വേസ്റ്റ് മെറ്റീരിയൽസ് ലൈക്ക് അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് ഫ്രം ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ നിന്ന് അമോണിയ പോലുള്ള, യൂറിയ പോലുള്ള, യൂറിക് ആസിഡ് പോലുള്ള നൈട്രോജിനസ് വേസ്റ്റ് മെറ്റീരിയൽസിനെ അല്ലെങ്കിൽ മെറ്റബോളിക് വേസ്റ്റ് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുന്ന, എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ഇവിടെ പേരിൽ തന്നെ നമുക്ക് അമോണിയ, യൂറിയ, യൂറിക് ആസിഡ് എന്നിങ്ങനെയുള്ള 3 തരം വേസ്റ്റ് മെറ്റീരിയൽസ് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ടൈപ്സ് ഓഫ് എക്സ്ക്രീഷനിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയാം. 3 തരത്തിലുള്ള എക്സ്ക്രീഷൻ നടക്കുന്നു. അമോണോടെലിസമാണ് ഒന്ന്, മറ്റൊന്ന് യൂറിയോടെലിസമാണ്, അതേപോലെ മറ്റൊന്ന് യൂറിക്കോടെലിസമാണ്. 3 തരത്തിലുള്ള എക്സ്ക്രീഷനാണ്, ടൈപ്സ് ഓഫ് എക്സ്ക്രീഷനാണ് പറയാനുള്ളത് എന്ന് പറയാം. അപ്പോൾ പേരിൽ തന്നെ അമോണോടെലിസം അമോണിയാകാം റിലീസ് ചെയ്യപ്പെടുന്നത്, യൂറിയോടെലിസം യൂറിക് ആസിഡ്, യൂറിയ, അതേപോലെ തന്നെ യൂറിക്കോടെലിസം യൂറിക് ആസിഡ്. ഇവയാണ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് എന്ന് മനസ്സിലാക്കാം. നമുക്ക് ഏതായാലും അത് വിശദീകരിച്ചുകൊണ്ട് ഏത് ഓർഗാനിസംസിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ ഒന്നാമതായിട്ട് അമോണോടെലിസത്തിലേക്ക് വരുന്ന സമയത്ത് ദ പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് അമോണിയ ഈസ് കോൾഡ് അമോണോടെലിസം. പേര് തന്നെ മനസ്സിലാക്കിയല്ലോ. ഇനി അമോണോടെലിക് ആനിമൽസിന് എക്സാമ്പിളാണ് അക്വാറ്റിക് ഓർഗാനിസംസിൽ ഒട്ടുമിക്കതും. അക്വാറ്റിക് ഇൻവെർട്ടിബ്രേറ്റ്സ്, അക്വാറ്റിക് ഇൻസെക്ട്സ്, ബോണി ഫിഷസ്, അതേപോലെ അക്വാറ്റിക് ആംഫീബിയൻസ്, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട അമോണോടെലിക് ഓർഗാനിസംസ്. ഇവിടെ അമോണിയ എന്നുള്ളത് ഹൈലി ടോക്സിക് ആയ ഒരു വേസ്റ്റ് മെറ്റീരിയലാണ്, അല്ലെങ്കിൽ മെറ്റബോളിക് വേസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അമോണിയയുടെ എക്സ്ക്രീഷൻ ദാറ്റ് റിക്വയർസ് എക്സസ് ഓഫ് വാട്ടർ, ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആവശ്യമുണ്ട്. അതാണ് അക്വാറ്റിക് ഓർഗാനിസംസിൽ മാത്രം അമോണോടെലിസം കാണാൻ കഴിയുന്നത്. ഇവിടെ അമോണിയ എന്നുള്ളത് വാട്ടറിൽ സൊല്യൂബിൾ ആയിരിക്കുന്ന ഒരു ഗ്യാസ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അമോണിയം അയോൺ എന്ന രൂപത്തിൽ വാട്ടർ സൊല്യൂബിൾ ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ബൈ ഡിഫ്യൂഷൻ ത്രൂ ബോഡി സർഫസ് ആർ ഗിൽ സർഫസ്. ഫിഷസിലൊക്കെ ഗിൽ സർഫസിലൂടെയാണ് റിമൂവ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അമോണിയം അയോണായി വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് അത് ബോഡി സർഫസിലൂടെ അല്ലെങ്കിൽ ഗിൽ സർഫസിലൂടെ പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്തു പോവുക എന്നതാണ് അമോണോടെലിക് ഓർഗാനിസത്തിൻ്റെ പ്രത്യേകത. ഓക്കെ, ഏതായാലും ഇത്തരം ഓർഗാനിസംസിൽ കിഡ്നീസിന് പ്രത്യേകിച്ച് വലിയ റോളൊന്നും ഉണ്ടാവില്ല ഈ അമോണിയ റിമൂവ് ചെയ്യുന്നതിൽ. ബോഡി സർഫസ് തന്നെയാണ്, അല്ലെങ്കിൽ ഗിൽ സർഫസ് തന്നെയാണ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്യുന്നത് പറയാം. അടുത്ത ടൈപ്പ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യൂറിയോടെലിസമാണ്. പേരിൽ തന്നെ യൂറിയ ഉണ്ട്, അതുകൊണ്ട് തന്നെ പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് യൂറിയ എന്ന് മനസ്സിലാക്കാം. അത്തരത്തിൽ യൂറിയോടെലിക് ഓർഗാനിസംസ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർട്ടിലേജനസ് ഫിഷസ്. നേരത്തെ ബോണി ഫിഷ് അമോണോടെലിക് ആണെന്ന് പറഞ്ഞു. കാർട്ടിലേജനസ് ഫിഷിൻ്റെ പ്രത്യേകത എക്സ്ക്ലൂസീവ്ലി മറൈൻ ആയ ഓർഗാനിസമാണ്, മറൈൻ ആനിമലാണ്. അതുകൊണ്ട് തന്നെ കാർട്ടിലേജനസ് ഫിഷസിൽ അവയ്ക്ക് ചുറ്റുമുള്ള ഹൈലി കോൺസെൻട്രേറ്റഡ് സാൾട്ട് വാട്ടറിൽ അമോണിയ ഡിഫ്യൂസ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ആ ഡിഫ്യൂഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് കാർട്ടിലേജനസ് ഫിഷസിലും ഇനി ടെറസ്ട്രിയൽ ആൻഡ് സെമി അക്വാറ്റിക് ആംഫീബിയൻസ് ലൈക്ക് ഫ്രോഗ്സ് ആൻഡ് ടോഡ്സ്, തവളയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് യൂറിയോടെലിസാണ്. ദെൻ അക്വാറ്റിക് ആൻഡ് സെമി അക്വാറ്റിക് റെപ്റ്റൈൽസ്, ആലിഗേറ്റേഴ്സും ടേർട്ടിൽസും
കടലാമയും അതേപോലെ ചീങ്കണ്ണിയൊക്കെ അതിൽ വരുന്നു. മാമൽസ് നമ്മൾ ഉൾപ്പെടെയുള്ള ഓർഗാനിസംസ് അവ യൂറിയോടെലിക്കാണ്. ആൻഡ് ഇത്തരം ഓർഗാനിസംസ് ആണ് യൂറിയോടെലിക് ഓർഗാനിസംസിന് എക്സാമ്പിളായിട്ട് ഓർത്ത് നോക്കേണ്ടത്. ഏതായാലും നമ്മുടെ ശരീരത്തിലും മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന നൈട്രോജനസ് വേസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അമോണിയ തന്നെയാണ് കേട്ടോ. പക്ഷേ ഹൈലി ടോക്സിക്കായ ഈ അമോണിയ വളരെ പെട്ടെന്ന് തന്നെ ലെസ് ടോക്സിക്കായ യൂറിയാക്കി മാറ്റപ്പെടും. എവിടെ വെച്ചാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്? ലിവറിൽ നടക്കുന്ന ഓർണിത്തൈൻ സൈക്കിൾ എന്നറിയപ്പെടുന്ന ഒരു മെറ്റബോളിക് പാത്വേയിലൂടെയാണ് ഈ പ്രോസസ്സ് സാധ്യമാകുന്നത്. അവിടെ പ്രധാനമായും അമോണിയ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കൂടിച്ചേരുന്നുണ്ട്, എന്നിട്ടാണ് അത് യൂറിയായി മാറുന്നത്. ഏതായാലും അമോണിയ റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അമോണിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് പോലെ ഒരുപാട് ക്വാണ്ടിറ്റി വാട്ടർ, എക്സസ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ നമുക്ക് യൂറിയോടെലിക് ഓർഗാനിസംസിന് ആവശ്യമില്ല. സോ ഇറ്റ് നീഡ്സ് ഓൺലി മോഡറേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫോർ എക്സ്ക്രീഷൻ. യൂറിയ സാധാരണഗതിയിൽ യൂറിനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അപ്പം യൂറിനിലൂടെയൊക്കെ അല്പം വെള്ളം മാത്രമേ ഇത്തരം ഓർഗാനിസംസിന് പുറത്തേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റുള്ളൂ. ഏതായാലും അവസാനിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ കൂടെ പറയാം, യൂറിയ റിലീസ് ചെയ്യുന്നു, എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നുവെങ്കിലും നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ പ്രോപ്പറായി നടക്കുന്നതിനാവശ്യമായിട്ട് അല്പം സം എമൗണ്ട് ഓഫ് യൂറിയ കിഡ്നിയിൽ തന്നെ റീറ്റെയിൻ ചെയ്യുന്നു എന്നതും ഈ ഒരു ഓർഗാനിസംസിൻ്റെ പ്രത്യേകതയാണ്. കിഡ്നിയുടെ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്കത് വഴിയെ യൂറിൻ ഫോർമേഷൻ പറയുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടി വിശദീകരിക്കാം. ഏതായാലും യൂറിയോടെലിക് ഓർഗാനിസം ഏതൊക്കെ എക്സാമ്പിൾ വരാം, അതേപോലെ എന്താണ് യൂറിയോടെലിസം മനസ്സിലാക്കാം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് യൂറിക്കോടെലിസം ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട് എന്തായിരിക്കും യൂറിക്കോടെലിസം എന്ന്, അല്ലേ? യൂറിക്കോടെലിസം എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ് ആണ്. അപ്പോൾ ഇവിടെ യൂറിക് ആസിഡ് റിലീസ് ചെയ്യുന്ന സമയത്ത് യൂറിക് ആസിഡിന്റെ പ്രത്യേകത ഒരു ഇൻസോളിബിൾ ഇൻ വാട്ടറിൽ ഇൻസോളിബിൾ ആയ ഒരു ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട് ആണ് യൂറിക് ആസിഡ്. അതുകൊണ്ട് തന്നെ യൂറിക് ആസിഡിന്റെ റിമൂവലിന് എന്താവശ്യമില്ല, ഇറ്റ് റിക്വയർസ് നോ വാട്ടർ ഈസ് നോട്ട് റിക്വയർഡ് ഫോർ എക്സ്ക്രീഷൻ. അതിനാൽ തന്നെ യൂറിക്കോടെലിക് ആനിമൽസ് നോക്കുക നിങ്ങൾ, ഇൻസെക്ട്സ്, സം ഓഫ് ദ ലാൻഡ് ക്രസ്റ്റേഷ്യൻസ്, അല്ലെ? ക്രസ്റ്റേഷ്യൻസ് സാധാരണ പ്രോണൊക്കെ കാറ്റഗറിയിൽ വരുന്ന ആർത്രോപോഡാണ് ക്രസ്റ്റേഷ്യൻസ്. അതിൽ തന്നെ ലാൻഡ് ക്രസ്റ്റേഷ്യൻസിൽ ഇത് സംഭവിക്കുന്നു. ഇനി ലാൻഡ് സ്നെയിൽസിൽ വരുന്നു. ദെൻ ടെറസ്ട്രിയൽ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്, ഇവയൊക്കെ ആരാണ്? യൂറിക്കോടെലിക് ആനിമൽസ്. നമ്മൾ കോക്രോച്ചിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. കോക്രോച്ചിൻ്റെ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് യൂറിക് ആസിഡ് ആണ്, അല്ലെങ്കിൽ കോക്രോച്ച് ഈസ് യൂറിക്കോടെലിക് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പം വാട്ടർ കൺസർവേഷൻ അധികമായിട്ട് വേണ്ട, അല്ലെങ്കിൽ തീരെ ബോഡിയിൽ നിന്ന് വാട്ടർ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള ഓർഗാനിസംസിലാണ് നമുക്ക് യൂറിക് ആസിഡ് റിലീസ് ചെയ്യേണ്ടതായിട്ട് കാണാൻ കഴിയുന്നത്. സോ ദ പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ് ഈസ് കോൾഡ് യൂറിക്കോടെലിസം. ഏതായാലും യൂറിയോടെലിസം ആണെങ്കിലും യൂറിക്കോടെലിസം ആണെങ്കിലും ദേ ആർ നീഡഡ് ഫോർ വാട്ടർ കൺസേർവിംഗ് ആയ ഓർഗാനിസംസിലാണ് ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങൾ കാണുന്നത്. യൂറിയോടെലിസവും യൂറിക്കോടെലിസിലും അതിൽ ഏറ്റവും കുറവ് വെള്ളം ആവശ്യമുള്ളത് ആർക്കുമാണ്? യൂറിക്കോടെലിക് ഓർഗാനിസംസിനാണെന്ന് മനസ്സിലാക്കാം. റിമൂവലിന് വാട്ടറേ ആവശ്യമില്ല. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ ടോട്ടലി നമുക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം പരിചയപ്പെടാനില്ല. പ്രധാനമായും നെഫ്രോണിൻ്റെ സ്ട്രക്ചറിലേക്കാണ് വരുന്നത്. അപ്പോൾ ഞാനതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട്, നെഫ്രോണിൻ്റെ സ്ട്രക്ചർ പറയുന്നതിന് മുമ്പായിട്ട് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ ഓർഗൻസ് ഏതൊക്കെയെന്ന് മനസ്സിലാക്കാം. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം ഇൻക്ലൂഡ്സ് എ പെയർ ഓഫ് കിഡ്നീസ്. നട്ടലിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് കാണാൻ കഴിയുന്ന ഒരു ജോഡി വൃക്കകളാണ് പ്രധാനപ്പെട്ട എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ കിഡ്നിയിൽ നിന്ന് താഴേക്ക് വരുന്ന യൂറിനറി ബ്ലാഡറുമായി കണക്ട് ചെയ്യുന്ന ട്യൂബ് ഉണ്ട്, അതാണ് യുറേറ്റസ്. ദെൻ യൂറിനറി ബ്ലാഡർ, യൂറിൻ സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനമാണ്. അതേപോലെ യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറിൻ പുറത്തേക്ക് പോകുന്ന തരത്തിൽ യുറേത്ര എന്നറിയപ്പെടുന്ന ഒരു ട്യൂബ് കൂടെ കാണാൻ പറ്റുന്നു. ഇതാണ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. നമുക്ക് ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റുന്നു. ഇവിടെ സംഭവിക്കുന്ന കാര്യം, നമ്മുടെ ഡോസൽ അയോട്ട എന്നറിയപ്പെടുന്ന അയോട്ടയുടെ നമ്മുടെ സെൻട്രലിലൂടെ പാസ് ചെയ്തു പോകുന്ന വലിയൊരു ബ്ലഡ് വെസൽ, അതിൽ നിന്ന് കിഡ്നിയിലേക്ക് റീനൽ ആർട്ടറി വഴിയായിട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. അതിനകത്ത് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ഉണ്ടാകും. അതിനെ കിഡ്നിക്കകത്ത് വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഫിൽറ്റർ ചെയ്ത്, അങ്ങനെ ഫിൽറ്റേർഡ് ആയിരിക്കുന്ന ബ്ലഡിനെ പിന്നീട് നമുക്ക് പുറത്തേക്ക്, നമ്മുടെ കിഡ്നിയുടെ പുറത്തേക്ക് നൽകുന്നത് ഇൻഫീരിയർ വീനക്കാവയിലേക്ക് കണക്ട് ചെയ്യുന്ന റീനൽ വെയിനിലൂടെയാണ്.
അതേപോലെ കിഡ്നിയുടെ സെക്ഷണൽ വ്യൂ നിങ്ങൾക്കത് ഇവിടെ കാണാൻ പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബാക്കിയുള്ള ഓർഗൻസും അവിടെ ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഫോക്കസ് ഏരിയ അല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. നമുക്ക് കിഡ്നിയുടെ സ്ട്രക്ചർ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാലാണ് കൂടുതലായിട്ട് കാര്യങ്ങൾ നമുക്ക് തുടർന്ന് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് തന്നെ കിഡ്നിയുടെ ഈ ഒരു സ്ട്രക്ചർ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. ഇവിടെ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട കാര്യം എന്നുള്ളത്, കിഡ്നിയിലേക്ക് യുറേറ്ററും അതേപോലെ തന്നെ റീനൽ ആർട്ടറിയും ഒക്കെ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് കിഡ്നിക്ക് ഈ രീതിയിലൊരു കോൺകേവ് ഷേപ്പ്ഡ് പാർട്ടുണ്ട്. അതിന് നമ്മൾ ഹൈലസ് എന്നാണ് വിളിക്കുന്നത്. അതുവഴിയാണ് എല്ലാ കിഡ്നിയിലേക്കുള്ള ഓപ്പണിങ്സ് ഒക്കെ വരുന്നത്. ദെൻ കിഡ്നിക്കകത്തെ സെക്ഷണൽ വ്യൂവിൽ നമുക്ക് കിഡ്നിയുടെ പുറംഭാഗത്ത് നമുക്ക് കോർട്ടെക്സ് എന്നും അതേപോലെ തന്നെ ഉൾഭാഗത്തെ മെഡുല എന്നും വിളിക്കാം. ദെൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് കിഡ്നിയുടെ കോർട്ടെക്സിലേക്ക് ഒരുപാട് റീനൽ പിരമിഡ്സ് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന കാണാൻ പറ്റും. പിരമിഡ്സിന് ഇടയിലായിട്ട് കാണാൻ വരുന്ന ഭാഗങ്ങൾ നമുക്ക് കാലിസസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കാലിസസുകൾ ചേർന്നിട്ടാണ് അവസാനമായിട്ടത് നമ്മുടെ യുറേറ്ററിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇത്തരം ചില സ്ട്രക്ചേഴ്സൊക്കെ നമുക്ക് വഴിയെ നമുക്ക് ആവശ്യമായ സ്ഥലങ്ങളിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഏതായാലും സ്ട്രക്ചർ ഓഫ് കിഡ്നി ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക, അത്രമാത്രമേ പറയാനുള്ളൂ. നമുക്ക് ഏതായാലും ഫോക്കസ് ഏരിയ ബേസ്ഡ് ഡിസ്കഷനിൽ മെയിൻലി വരുന്നത് നെഫ്രോൺ ആണ്. ഇപ്പം എന്താ നെഫ്രോൺ എന്ന് പറഞ്ഞാൽ, ഒരു കിഡ്നിയുടെ ഫങ്ഷൻ നിർവഹിക്കുന്ന തരത്തിൽ കിഡ്നിയിൽ കാണാൻ കഴിയുന്ന ഓരോ കിഡ്നിക്കകത്തും കാണാൻ കഴിയുന്ന അറൗണ്ട് 1 മില്യൺ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ആർ ദെയർ. അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെഫ്രോൺസ്. ഇതാണ് കിഡ്നിയുടെ എന്തെന്ന് പറയാം, ദീസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി. ഓക്കെ, നെഫ്രോൺസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി. ഓക്കെ, ഇനി ഓരോ നെഫ്രോണിനെ നമുക്ക് 2 ഭാഗമാക്കി മാറ്റിയാൽ അതിന് ഗ്ലോമറുലസ് എന്നറിയപ്പെടുന്ന ഒരു ഭാഗവും, ഇതാണ് ഗ്ലോമറുലസ്, ഞാനിതിലേക്ക് വരാം. അതേപോലെ റീനൽ ട്യൂബ്യൂൾ എന്നറിയപ്പെടുന്ന ഈ ഗ്ലോമറുലസിന് ശേഷം കാണുന്ന ഒരു ട്യൂബ്യൂളാണ്. കുറേ മടക്കുകളും ചുളിവുകളൊക്കെ കാണുന്ന രൂപത്തിൽ കൺവല്യൂട്ടഡ് ആയ ട്യൂബ്യൂളാണ് ഇവിടെ കാണുന്നത്. അതിങ്ങനെ പോയിട്ട് അവസാനിക്കുന്നത് കലക്റ്റിംഗ് ഡക്റ്റ് എന്നറിയപ്പെടുന്ന ഒരു ഡക്റ്റിലേക്കാണ്. ഒരു കലക്റ്റിംഗ് ഡക്റ്റിലേക്ക് ധാരാളം നെഫ്രോണുകൾ ഓപ്പൺ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു കലക്റ്റിംഗ് ഡക്റ്റിലേക്ക് ഈ ഒരു നെഫ്രോൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മറ്റൊരുപാട് ഓപ്പണിങ്ങിന് അവിടെ സാധ്യത കാണിച്ചിരിക്കുന്നത്. കലക്റ്റിംഗ് ഡക്റ്റ് അല്ലെങ്കിൽ കലക്റ്റിംഗ് ട്യൂബ്യൂൾ എന്ന് വിളിക്കുന്ന ഈ ഡക്റ്റിലേക്കാണ് വന്ന് ജോയിൻ ചെയ്യുന്നത്. ഇതാണ് ഒരു നെഫ്രോൺ. ഈ നെഫ്രോൺ നമ്മുടെ കിഡ്നിയിൽ എവിടെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കിഡ്നിയുടെ സെക്ഷണൽ വ്യൂ ആ സെക്ഷണൽ വ്യൂവിലൊരു ചെറിയ പാർട്ട് നമ്മളൊന്ന് എൻലാർജ് ചെയ്തിരിക്കുകയാണ്. ആ എൻലാർജ് ചെയ്തിരിക്കുന്നതിൽ കോർട്ടെക്സ് റീജിയനിലാണ് നമ്മുടെ നെഫ്രോണിൻ്റെ മേജർ പോർഷൻസ് ഒക്കെ ഇരിക്കുന്നത്. താഴേക്ക് മെഡുല്ലയിലേക്ക് നമുക്കറിയാം ആ ട്യൂബ്യൂളിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ താഴേക്ക് ഇറങ്ങി വരുന്നുള്ളൂ. അതേപോലെ കലക്റ്റിംഗ് ഡക്റ്റിലേക്ക് അത് ജോയിൻ ചെയ്തായിട്ട് കാണാൻ പറ്റും. ഇതാണ് നെഫ്രോണിൻ്റെ ബേസിക്കലി നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം. നമ്മുടെ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ അവിടെ അവസാനിപ്പിക്കുന്നില്ല, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോവുകയാണ്. കാരണം അങ്ങനെ നമുക്ക് സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ എന്ന് മാത്രമേ ടെക്സ്റ്റ് ബുക്ക് നൽകിയിട്ടുള്ളൂ, ഫോക്കസ് ഏരിയ പറയുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ പൂർണ്ണമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നെഫ്രോണിൻ്റെ ഗ്ലോമറുലസിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു ഗ്ലോമറുലസിന് ശേഷം അതേപോലെ തന്നെ റീനൽ ട്യൂബ്യൂൾ, ഇവ രണ്ടും ചേർന്നാണല്ലോ നെഫ്രോൺ. അപ്പോൾ എന്താണ് ഗ്ലോമറുലസ് എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു കപ്പ് പോലത്തെ സ്ട്രക്ചറിനകത്ത് കാണാൻ കഴിയുന്ന ബ്ലഡ് വെസൽസിൻ്റെ കാപ്പിലറീസിൻ്റെ ഒരു ടഫ്റ്റ് കാണാൻ കഴിയുന്നുണ്ട്. ദാറ്റ് ടഫ്റ്റ് ഈസ് ആക്ച്വലി ഗ്ലോമറുലസ്. അപ്പോൾ ഗ്ലോമറുലസ് എന്ന് പറയുന്നത് എ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ആണ് ഫോംഡ് ബൈ അഫറന്റ് ആർട്ടീരിയോൾ. അപ്പോൾ എന്താണ് ഈ അഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു നേരത്തെ കിഡ്നിക്കകത്തേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആർട്ടറിയെ വിളിക്കുന്ന പേരാണ് റീനൽ ആർട്ടറി. ആ റീനൽ ആർട്ടറി ഇതേപോലെ കിഡ്നിക്കകത്ത് കാണാൻ കഴിയുന്ന 1 മില്യൺ നെഫ്രോൺസിലേക്കും ബ്ലഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് റീനൽ ആർട്ടറി എന്തായി മാറിയിട്ടുണ്ടാകും, ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയി മാറിയിട്ടുണ്ടാകും. ആ ബ്രാഞ്ചസിൽ അഫറന്റ് ആർട്ടീരിയോളാണ് ഗ്ലോമറുലസിനകത്തേക്ക് വരുന്നത്. അപ്പോൾ റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചായ അഫറന്റ് ആർട്ടീരിയോള് നമ്മുടെ ഗ്ലോമറുലസായി മാറുകയാണ്. അഫറന്റ് ആർട്ടീരിയോള് ഈ ഒരു ക്യാപ്സ്യൂളിനകത്തേക്ക്, ഇതിനെ ബൗമൻസ് ക്യാപ്സ്യൂൾ എന്നാണ് പറയാം, ഞാനിലേക്ക് വരാം. ബൗമൻസ് ക്യാപ്സ്യൂളിനകത്തേക്ക് കയറിയിട്ട് വളരെ ചെറിയ ചെറിയ കാപ്പിലറീസ് ആയിട്ട് അവ ഡിവൈഡ് ചെയ്ത് പോകുന്നു. ആ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ്
അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ്. ഇനിയോ ഈ കാപ്പിലറീസ് ഒരുമിച്ച് ചേർന്നിട്ട് പിന്നീട് പുറത്തേക്ക് പോകുന്നത് നോക്ക്, നിങ്ങൾ ആരോ മാർക്ക് ശ്രദ്ധിക്കണം. ഉള്ളിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നതാണ് അഫറന്റ് ആർട്ടീരിയോൾ, പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നത് ഇഫറന്റ് ആർട്ടീരിയോൾ വഴിയാണ്. അപ്പോൾ ഗ്ലോമറുലസിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് ക്യാരി ചെയ്യുന്നത് ഇഫറന്റ് ആർട്ടീരിയോൾ വഴിയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അതിലെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. വരുന്ന അഫറന്റ് ആർട്ടീരിയോളിന് അല്പം വലുപ്പം കൂടുതലുണ്ട്, പോകുന്നതിന് അല്പം കുറച്ച് മാത്രമേ വലുപ്പം കുറവാണ് കാണുന്നത്. ഇതിന് റീസൺ എന്താ നമുക്ക് വഴിയെ ഞാൻ പരിചയപ്പെടുത്തും. യൂറിൻ ഫോർമേഷൻ പറയുന്ന സമയത്ത് ഞാനത് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നുണ്ട്. ഇപ്പം അങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് മാത്രം ഓർത്തു വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്ലോമറുലസ് എന്തെന്ന് മനസ്സിലായി. കഴിഞ്ഞിട്ടില്ല, നമുക്ക് റീനൽ ട്യൂബ്യൂൾ കൂടെ നോക്കാം. അതായത് റീനൽ ട്യൂബ്യൂൾ ആരംഭിക്കുന്നത് ഫ്രം എ ഡബിൾ വോൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഇസ് കോൾഡ് ബാമൻസ് ക്യാപ്സ്യൂൾ വിച്ച് എൻഗ്ലോസസ് ദ ഗ്ലോമറുലസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ടഫ്റ്റ് ഓഫ് കാപ്പിലറി ആയ ഗ്ലോമറുലസിനെ എൻഗ്ലോസ് ചെയ്യുന്ന തരത്തിൽ കാണാൻ കഴിയുന്ന ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് അല്ലേ, ഒരു ഡബിൾ വോൾട്ട് കപ്പ് ലൈക്ക് സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണെന്ത്? ബോമൻസ് ക്യാപ്സ്യൂൾ. ഇതാണ് ബോമൻസ് ക്യാപ്സ്യൂൾ. എന്നാൽ ഇവിടെ ബോമൻസ് ക്യാപ്സ്യൂളും ഗ്ലോമറുലസും ചേർന്നാൽ അതിൻ്റെ പേരാണ് മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസിൽ. റീനൽ എന്നത് കിഡ്നിയുമായി ബന്ധപ്പെട്ടാണ്, അതുകൊണ്ടാണ് റീനൽ ആർട്ടറി, റീനൽ വെയിൻ എന്നൊക്കെ പറയുമ്പോൾ കിഡ്നിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ റീനൽ കോർപ്പസിൽ എന്നാണ് ഇത് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ റീനൽ കോർപ്പസിൽ? നിങ്ങൾക്കിവിടെ ഡയഗ്രത്തിൽ എന്താണോ കാണുന്നത് ദാറ്റ് ഈസ് റീനൽ കോർപ്പസിൽ. എങ്ങനെ വിശദീകരിക്കാം? ബോമൻസ് ക്യാപ്സ്യൂൾ ഉണ്ട്, അതിനകത്ത് ധാരാളം ഗ്ലോമറുലസ് എന്നറിയപ്പെടുന്ന കാപ്പിലറീസ് ഉണ്ട്. ഇവ രണ്ടും ചേരുമ്പോൾ ഗ്ലോമറുലസ് പ്ലസ് ബോമൻസ് ക്യാപ്സ്യൂൾ ഈസ് കോൾഡ് മാൽപീജിയൻ ബോഡി, അതർവൈസ് കോൾഡ് റീനൽ കോർപ്പസിൽ. നമുക്ക് റീനൽ ട്യൂബ്യൂള് ബോമൻസ് ക്യാപ്സ്യൂളിന് ശേഷം പിന്നീട് എന്താ സംഭവിക്കുന്നത് നോക്കാം. റീനൽ ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ കപ്പ് ലൈക്ക് സ്ട്രക്ചറായ ബോമൻസ് ക്യാപ്സ്യൂളിൽ ആരംഭിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. ദ ട്യൂബ്യൂൾ കണ്ടിന്യൂസ് വിത്ത് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അതായത് ബോമൻസ് ക്യാപ്സ്യൂളിന്റെ അടുത്തായിട്ട് കാണാൻ കഴിയുന്ന കൺവല്യൂട്ടഡ്, ഞാൻ നേരത്തെ പറഞ്ഞ വളരെ ചുറ്റി മടങ്ങിയിരിക്കുന്ന കൺവല്യൂട്ടഡ് ആയ ട്യൂബ്യൂളാണ് ആദ്യ ഭാഗം ബോമൻസ് ക്യാപ്സ്യൂൾ കഴിഞ്ഞാൽ. ദാറ്റ് ഇസ് കോൾഡ് PCT. നമുക്ക് ചുരുക്കി അതിനെ എന്ത് വിളിക്കാം? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന അർത്ഥത്തിൽ PCT എന്ന് വിളിക്കാം കേട്ടോ. അപ്പോൾ PCT ആണ് ബോമൻസ് ക്യാപ്സ്യൂളിന് ശേഷം കാണാൻ കഴിയുന്നത്. ഇതിന് PCT എന്ന് പേര് വരുമ്പോൾ തന്നെ നമുക്ക് ഓർത്തു വെക്കാം, ബോമൻസ് ക്യാപ്സ്യൂളിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്ലോമറുലസിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന, പ്രോക്സിമൽ എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് എന്നർത്ഥം, കാണാൻ കഴിയുന്ന കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് നിങ്ങൾ ഓർത്തു വെച്ചാൽ മറന്നു പോകില്ല. ഇനി ശേഷം ഹെൻലീസ് ലൂപ്പ് എന്നറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ആരായത്? ഈ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ കഴിഞ്ഞ് താഴേക്ക് നിങ്ങൾക്കൊരു ഹെയർ പിൻ സ്ട്രക്ചർ കാണാൻ കഴിയുന്നുണ്ടോ അല്ലേ? ഈ ഹെയർ പിൻ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ലൂപ്പ് ഓഫ് ഹെൻലെ അല്ലെങ്കിൽ ഹെൻലേസ് ലൂപ്പ്. ഹെൻലേസ് ലൂപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ചുറ്റി മടങ്ങിയിരിക്കുന്ന കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ കാണാൻ കഴിയുന്നു. ഇത് നമുക്ക് ബോമൻസ് ക്യാപ്സ്യൂളിൽ നിന്ന് വളരെ അകലെയുള്ളത്, അതുകൊണ്ട് തന്നെ അതിനെന്താ പേര്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്നാണ്. എന്താ വിളിക്കുന്നത്? ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ അല്ലെങ്കിൽ DCT. അപ്പോൾ നമുക്ക് ഈ തരത്തിൽ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ പോയിട്ടാണ് എവിടെ അവസാനിക്കുന്നത്? നേരത്തെ സൂചിപ്പിച്ച കലക്റ്റിംഗ് ഡക്റ്റിലേക്ക് പോയിട്ട് അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹെൻലേസ് ലൂപ്പിനെ കുറിച്ച് ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കാം. ഹെൻലേസ് ലൂപ്പ് എന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഹെയർ പിൻ ഷേപ്പ്ഡായ ഒരു ഭാഗമാണ് ഈ റീനൽ ട്യൂബ്യൂളിൽ ഹെയർ പിൻ ഷേപ്പ്ഡായ ഭാഗം അല്ലേ? ഈ ഒരു ഹെയർ പിൻ ഷേപ്പ്ഡായ ഹെൻലേസ് ലൂപ്പിന് താഴേക്ക് ഇറങ്ങി വരുന്ന തരത്തിലുള്ള ഒരു ലിം കാണാൻ കഴിയുന്നു. ദാറ്റ് ഈസ് ദ ഡിസെൻഡിങ് ലിം. ദെൻ മുകളിലേക്ക് കയറിപ്പോകുന്ന ഒരു ലിം കൂടെ ഉണ്ട്. അതാണ് അതിലൂടെയുള്ള ഫിൽട്രേറ്റിൻ്റെ, ആക്ച്വലി ഗ്ലോമറുലസിൽ ഫിൽട്രേഷൻ നടന്നതിന് ശേഷം വരുന്ന ഫിൽട്രേറ്റിൻ്റെ ഫ്ലോ ആണ് സൂചിപ്പിക്കുന്നത്. താഴേക്ക് ഇറങ്ങി മുകളിലേക്ക് പോവുക. അതെങ്ങോട്ടേക്കാണ് എത്തിച്ചേരുന്നത്? കലക്റ്റിംഗ് ഡക്റ്റിലേക്കാണ്. അങ്ങനെ പോകുന്ന സമയത്ത് താഴേക്ക് വരുന്ന ആ ഹെൻലേസ് ലൂപ്പിൻ്റെ ലിംബിനെ നമുക്ക് ഡിസെൻഡിങ് ലിംബെന്നും അതേപോലെ മുകളിലേക്ക് പോകുന്നതിനെ അസെൻഡിങ് ലിംബെന്നും സൂചിപ്പിക്കാം. നിങ്ങൾക്കത് ഓൾറെഡി നമ്മുടെ ഡയഗ്രത്തിൽ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. റീനൽ ട്യൂബ്യൂൾ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇനി പരിചയപ്പെടേണ്ടത്
DCT എന്താണ്, അതേപോലെ തന്നെ ഒരുപാട് നെഫ്രോണുകളുടെ DCT എന്ന് പറയുന്ന സമയത്ത് കലക്ടിംഗ് ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരൊറ്റ എന്താണ് DCT മാത്രമല്ല കലക്ടിംഗ് ഡക്റ്റിലേക്ക് വരിക നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഈ കലക്ടിംഗ് ഡക്റ്റ് സാധാരണഗതിയിൽ നോക്കുക, ദാറ്റ് എക്സ്റ്റെൻസ് ഫ്രം കോർട്ടെക്സ് ടു ഇന്നർ പാർട്ട് ഓഫ് ദ മെഡുല്ല. കാണാൻ പറ്റുന്നുണ്ടോ? എവിടെ ഞാൻ പറഞ്ഞു കിഡ്നിയുടെ പുറംഭാഗത്തെ, അല്ലെങ്കിൽ എന്താണ് പുറംഭാഗം മീൻസ് കിഡ്നിയുടെ സ്ട്രക്ചറൽ വ്യൂ നോക്കുകയാണെങ്കിൽ പുറത്തോട്ട് അല്ലെ ഉള്ള ഭാഗത്തെ നമുക്ക് കോർട്ടെക്സ് എന്നും ഉൾഭാഗത്തേക്ക് നമ്മൾ എന്ത് വിളിക്കും? മെഡുല്ല എന്നും വിളിക്കും അല്ലേ. അപ്പോൾ ഈ കലക്ടിംഗ് ഡക്റ്റ് എന്താ ചെയ്യുന്നത്? എക്സ്റ്റെൻസ് ഫ്രം കോർട്ടെക്സ്, കോർട്ടെക്സിൽ നിന്നാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങോട്ടേക്ക്? താഴേക്ക് അല്ലേ. ദേ കൺവേർജ് ആൻഡ് ഓപ്പൺ ഇൻ ടു റീനൽ പെൽവിസ്. എവിടേക്കാണ്? പെൽവിസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ഈ പിരമിഡിൽ നിന്ന് താഴേക്ക് വന്ന് ഓപ്പൺ ചെയ്യപ്പെടുന്ന ഈ ഭാഗമാണ് പെൽവിസ്. ആ റീനൽ അല്ലേ, ഈ ഒരു ഭാഗം നമുക്കറിയാം നമ്മുടെ യുറേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം. അപ്പോൾ ആ യുറേറ്ററിൻ്റെ ഈ ഭാഗം, ആ ഭാഗത്തേക്ക് വന്ന് എന്താ പറയുക ഓപ്പൺ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ എല്ലാ കലക്ടിംഗ് ഡക്റ്റുകളും ചേർന്നിട്ട് ആ ഒരു പെൽവിസിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. അത് എന്താ പറയുക മെഡുലറി പിരമിഡ് വഴി. ദീസ് ആർ ദ പിരമിഡ്സ്. ഇതാണ് ഓരോരോ പിരമിഡുകൾ. വൺ പിരമിഡ് അല്ലേ, ഇത് അനേകം പിരമിഡുകൾ കാണാം. ഇത്തരം പിരമിഡ്സ് വഴിയായിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് പെൽവിസിലേക്ക് എന്താണ് എത്തിച്ചേരുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഓർത്തു വെക്കാം. ഇനി അതേപോലെ തന്നെ പിന്നെ കിഡ്നിയുടെ സ്ട്രക്ചറിൽ നമുക്ക് ഇന്റേണൽ പാർട്ടിൽ നോക്കുന്ന സമയത്ത് നെഫ്രോണിന്റെ മാൽപീജിയൻ ബോഡി എന്തായിരുന്നു? മാൽപീജിയൻ ബോഡി നമുക്കറിയാം ഗ്ലോമറുലസും അതേപോലെ തന്നെ ബോമൻസ് ക്യാപ്സ്യൂളും ചേർന്നിരിക്കുന്ന റീനൽ കോർപ്പസിന്റെ മറ്റൊരു പേരാണ് എന്ത്? മാൽപീജിയൻ ബോഡി. ദെൻ DCT ആൻഡ് PCT, അതായത് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളും. ഇതൊക്കെ എവിടെ തന്നെ കാണും? കോർട്ടെക്സിൽ തന്നെ കാണുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു നെഫ്രോണിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കോർട്ടെക്സിലാണ് കാണുന്നത്. ഹെൻലേസ് ലൂപ്പ് താഴേക്ക് മെഡുല്ലയിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ കലക്ടിംഗ് ഡക്റ്റും താഴേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹെൻലേസ് ലൂപ്പ് പൂർണ്ണമായിട്ടും താഴേക്ക് വരണം എന്നില്ല. ഞാനത് അടുത്ത ഭാഗത്ത് വിശദീകരിക്കാം. എങ്ങനെയാണ് ഹെൻലേസ് ലൂപ്പ് കുറച്ച് മാത്രം വരുന്നത്, എങ്ങനെയാണ് ധാരാളം വരുന്നതെന്നൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുക നെഫ്രോണിന്റെ സ്ട്രക്ചറുമായി ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇനി പിന്നെ ലൂപ്പ് ഓഫ് ഹെൻലെ പൂർണ്ണമായിട്ടും മെഡുല്ലയിലേക്ക് വരില്ല കേട്ടോ. നമുക്കത് വിശദീകരിക്കാം. അടുത്ത പരിചയപ്പെടാൻ പോകുന്നത് ഈ കാണാൻ കഴിയുന്ന നെഫ്രോൺസ് എന്ന് പറയുമ്പോൾ അവയെ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ഡിസ്കഷൻസിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുമ്പോൾ, നേരത്തെ നമ്മൾ ഇഫറന്റ് ആർട്ടീരിയോൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. എന്തായിരുന്നു ഇഫറന്റ് ആർട്ടീരിയോൾ? അതായത് അഫറന്റ് ആർട്ടീരിയോൾ എന്നറിയപ്പെടുന്ന റീനൽ ആർട്ടറിയുടെ ബ്രാഞ്ച് ബോമൻസ് ക്യാപ്സ്യൂളിനകത്തേക്ക് കാപ്പിലറിയായി മാറുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലസ് അല്ലേ. ആ ഗ്ലോമറുലസ് പിന്നീട് പുറത്തേക്ക് എമേർജ് ചെയ്ത് വരുന്നത് എങ്ങനെയാണ്? മറ്റൊരു ബ്ലഡ് വെസലായിട്ടാണ് ഇഫറന്റ് ആർട്ടീരിയോൾ. അപ്പോൾ ഈ ഇഫറന്റ് ആർട്ടീരിയോള് ഗ്ലോമറുലസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ദാറ്റ് ഫോം എ ഫൈൻ കാപ്പിലറി നെറ്റ്വർക്ക്. നിങ്ങൾക്ക് കാണാം അത് വ്യക്തമായിട്ട്. പുറത്തേക്ക് ഇഫറന്റ് ആർട്ടീരിയോൾ വരുന്നു. അത് പിന്നീട് ഒരുപാട് ബ്രാഞ്ചസ് ആയി മാറി എ ഫൈൻ നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറി ആയിട്ട് ഫോം ചെയ്യുന്നു. ഈ കാപ്പിലറീസ് എവിടെയാണ് കാണാൻ കഴിയുന്നത്? എറൗണ്ട് ദ റീനൽ ട്യൂബ്യൂൾ. അതായത് ഇവിടെ PCTയുടെയും DCTയുടെയും അതേപോലെ ഹെൻലേസ് ലൂപ്പിനൊക്കെ ചുറ്റുമായിട്ട് ഒരു നെറ്റ്വർക്ക് ഓഫ് കാപ്പിലറീസ് ആയിട്ട് ഇഫറന്റ് ആർട്ടീരിയോളിന്റെ ബ്രാഞ്ചസിന് എന്താ പറയുക രൂപപ്പെടാൻ കഴിയും. ഇത്തരത്തിൽ കാണാൻ കഴിയുന്ന റീനൽ ട്യൂബ്യൂളിന് ചുറ്റും കാണാൻ കഴിയുന്ന ഈ ഒരു നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് അതിനെ വിളിക്കുന്ന പേരാണ് പെരിട്യൂബുലാർ കാപ്പിലറീസ്. മറന്നു പോകരുത് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകരുത്. കാരണം ട്യൂബുലാർ എന്ന് പറഞ്ഞാൽ നെഫ്രോണിന്റെ ട്യൂബുലാർ പാർട്ട് എന്നർത്ഥം. പെരിട്യൂബുലാർ എന്ന് പറഞ്ഞാൽ ട്യൂബുലാറിന് ചുറ്റും പുറത്തായിട്ട് കാണാൻ കഴിയുന്ന കാപ്പിലറീസ്. അത് എവിടുന്നാ വന്നത്? ഇഫറന്റ് ആർട്ടീരിയോളിന്റെ ബ്രാഞ്ചസ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഈ പെരിട്യൂബുലാർ കാപ്പിലറീസ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതില് എ മൈന്യൂട്ട് വെസൽ ഓഫ് ദിസ് നെറ്റ്വർക്ക്, ഇതിലെ വളരെ മൈന്യൂട്ട് ആയിരിക്കുന്ന ഒരു ബ്ലഡ് വെസല് ദാറ്റ് റൺസ് പാരലൽ ടു ദ ഹെൻലേസ് ലൂപ്പ്. എന്താ പറഞ്ഞത്? ഹെൻലേസ് ലൂപ്പിന് പാരലായിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് സാധാരണഗതിയിൽ എന്താണ്, ഹെൻലേസ് ലൂപ്പ് ഇങ്ങനെ ഹെയർ പിൻ ഷേപ്ഡ് ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ഈ വരുന്ന ഈ മൈന്യൂട്ട് ബ്ലഡ് വെസലും എങ്ങനെ തന്നെയായിരിക്കും
നമുക്ക് പാരലായിട്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഒരു യു ഷേപ്പ്ഡ് ബ്ലഡ് വെസലായിട്ടാണ് ഇത് ഫോം ചെയ്യുക. നിങ്ങൾക്കത് ഡയഗ്രത്തിൽ കാണാം. യു ഷേപ്പ്ഡ് ആയിട്ട് ഇങ്ങനെ എന്താണ് പിന്നെ ഹെൻലേസ് ലൂപ്പിന് പാരലായിട്ട് വരുന്നൊരു ബ്ലഡ് വെസൽ. ആ ബ്ലഡ് വെസലിനെ വിളിക്കുന്ന പേരാണ് വാസ റെക്റ്റ. വാസ റെക്റ്റ. അപ്പോൾ എന്താണ് വാസ റെക്റ്റ അല്ലേ? അത് എവിടെ നിന്ന് വന്നു, എന്താണ് എൻ്റെ പ്രത്യേകത ഒന്ന് ഓർത്തു വെക്കണം. ഞാൻ ആദ്യം വാസ റെക്റ്റ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പെരിട്യൂബുലാർ കാപ്പിലറീസ് മനസ്സിലാക്കി വെക്കണം. കുറച്ച് പുതിയ പുതിയ ടേംസ് ആണ്, എന്നിരുന്നാലും മനസ്സിലാക്കി വെക്കുക. ഈ പെരിട്യൂബുലാർ കാപ്പിലറീസിലെ ഒരു മൈന്യൂട്ട് ബ്ലഡ് വെസൽ നമ്മുടെ ഹെൻലേസ് ലൂപ്പിന് പാരലായിട്ട് റൺ ചെയ്തിട്ട് ഒരു യു ഷേപ്പ്ഡ് ഫോമിലേക്ക് വരുന്നു. അതാണ് എന്ത് വിളിക്കുന്നത്? വാസ റെക്റ്റ എന്ന് വിളിക്കുന്നത്. നെഫ്രോണിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇനി ഞാൻ ഈ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് അടുത്ത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് നെഫ്രോണിൻ്റെ ടൈപ്സ് ആണ്. നെഫ്രോണിൻ്റെ ടൈപ്സ് നമുക്ക് രണ്ട് തരം നെഫ്രോൺസ് ആണ് കാണുന്നത്. കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ് ഒരു വിഭാഗം. രണ്ടാമതായിട്ട് ജെക്സ്റ്റാ മെഡുലറി നെഫ്രോൺ ആണ്. കോർട്ടിക്കൽ നെഫ്രോൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ കിഡ്നിയുടെ ഔട്ട് അല്ലെ, അതിൻ്റെ സെക്ഷണൽ വ്യൂവിൽ ഔട്ടർ സർഫസ് അല്ലെങ്കിൽ ഔട്ടർ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്, ഇന്നർ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് മെഡുല്ല. അറിയാലോ. അപ്പോൾ കോർട്ടെക്സിലേക്ക് കൂടുതലായിട്ട് തള്ളി നിൽക്കുന്ന തരത്തിലുള്ള നെഫ്രോൺ ആയിരിക്കും ആര്? കോർട്ടിക്കൽ നെഫ്രോൺ. നമ്മുടെ കിഡ്നിക്കകത്ത് അറൗണ്ട് 1 മില്യൺ നെഫ്രോൺ കാണുമെന്ന് പറഞ്ഞതിൽ അറൗണ്ട് 85% നെഫ്രോൺസും ഈ കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ്. എന്താ കോർട്ടിക്കൽ നെഫ്രോൺസിന്റെ സ്പെഷ്യാലിറ്റീസ്? ഇതിൽ ഹെൻലേസ് ലൂപ്പ് വളരെ ഷോർട്ടാണ്. യു ക്യാൻ സി, നിങ്ങൾക്കിവിടെ ഞാനിവിടെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് കാണിച്ചു തരുന്നുണ്ട് അല്ലേ? ഹെൻലേസ് ലൂപ്പ് വളരെ ഷോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഓൺലി വെരി ലിറ്റിൽ ഇൻ ടു മെഡുല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഹെൻലേസ് ലൂപ്പ് പൂർണ്ണമായിട്ടും മെഡുല്ലയിലേക്ക് വരില്ല എന്നുള്ളത്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ചെറിയ ഹെൻലേസ് ലൂപ്പായ കോർട്ടിക്കൽ നെഫ്രോണിന്റെ പൂർണ്ണമായും ആ ഹെൻലേസ് ലൂപ്പ് മെഡുല്ലയിലേക്ക് ഇറങ്ങി വരില്ല. അതേപോലെ തന്നെ ഇത്തരം താഴ്ന്ന നെഫ്രോണുകൾക്ക് വാസ റെക്റ്റ ടോട്ടലി ആബ്സെന്റ് ആകാം അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആകാം. എന്തായിരുന്നു വാസ റെക്റ്റ? നമുക്ക് ഹെൻലേസ് ലൂപ്പിന് പാരലായിട്ട് കാണാൻ കഴിയുന്ന യു ഷേപ്പ്ഡ് ബ്ലഡ് വെസലിനെ വിളിക്കുന്ന പേരാണ് വാസ റെക്റ്റ. ഒന്നുകിൽ വാസ റെക്റ്റ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ റെഡ്യൂസ്ഡ് ആയിരിക്കും. ഇത്തരം നെഫ്രോണുകളെ വിളിക്കുന്ന പേരാണ് കോർട്ടിക്കൽ നെഫ്രോൺ. ഓർമ്മിക്കണേ അല്ലേ? എന്തൊക്കെയാണ്? ഹെൻലേസ് ലൂപ്പ് ഷോർട്ടാണ്, അത് ഹെൻലേസ് ലൂപ്പ് വളരെ കുറച്ച് മാത്രമേ മെഡുല്ലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ വാസ റെക്റ്റ ആബ്സെന്റ് ആണ് അല്ലെങ്കിൽ ഹൈലി റെഡ്യൂസ്ഡ് ആണ്. ഇനി അടുത്ത വിഭാഗം നോക്കൂ നിങ്ങൾ അല്ലേ? കോർട്ടെക്സും മെഡുല്ലയും നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ജെക്സ്റ്റാ മെഡുല്ലറി നെഫ്രോൺ. നമ്മുടെ നെഫ്രോണുകളുടെ കൂട്ടത്തിൽ ഏകദേശം 15% കാണാൻ കഴിയുന്ന ഈ ജെക്സ്റ്റാ മെഡുല്ലറി നെഫ്രോണിന്റെ പ്രത്യേകത സിംപ്ലി മെഡുല്ലറി നെഫ്രോൺ എന്ന് ഓർത്താലും മതി, കാരണം കോർട്ടിക്കൽ മെഡുല്ലറി അങ്ങനെ ഓർക്കാം. ഇതിൽ ഹെൻലേസ് ലൂപ്പ് വളരെ ലോങ് ആണ്. അതേപോലെ തന്നെ ദേ റൺസ് ഡീപ്പ് ഇൻ ടു മെഡുല്ല. നോക്കൂ നിങ്ങൾ ഇവിടെ, നിങ്ങൾക്ക് താഴേക്ക് ഒരുപാട് താഴേക്ക് എന്നാണ് മെഡുല്ലയിലേക്ക് ആരിറങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നു. പിന്നെ ഹെൻലേസ് ലൂപ്പ് ഇറങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നു. അതേപോലെ തന്നെ വെൽ ഡെവലപ്ഡ് ആയ വാസ റെക്റ്റ വെയ്ക്ക് ഉണ്ടാകുമെന്നതും ഇവയുടെ പ്രത്യേകതയാണ്. അപ്പം നെഫ്രോൺസ് രണ്ട് തരത്തിൽ, ജെക്സ്റ്റാ മെഡുല്ലറി നെഫ്രോണും അതേപോലെ തന്നെ കോർട്ടിക്കൽ നെഫ്രോണും ഓർത്തു വെക്കാം. ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയിരിക്കുന്ന നെഫ്രോണിൻ്റെ സ്ട്രക്ചർ ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞു. അതൊരു അറ്റ് എ ഗ്ലാൻസ് അല്ലെങ്കിൽ ടോട്ടലി ഒരു എന്താണ് ഔട്ട്ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നെഫ്രോണിൻ്റെ സ്ട്രക്ചർ ഒന്നുകൂടെ ഓർത്തു വെക്കാം. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കിഡ്നി, ആ കിഡ്നിയുടെ ഒരു കുഞ്ഞു ഭാഗം നമ്മളൊന്ന് എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. അതിനകത്ത് നെഫ്രോൺ ഉണ്ട്. ആ നെഫ്രോണിനെ വീണ്ടും എൻലാർജ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്കറിയാം വാട്ട് ഈസ് ഗ്ലോമറുലസ്, വാട്ട് ഈസ് ബർമൻസ് ക്യാപ്സ്യൂൾ അല്ലേ? എവിടെ നിന്നാണ് ഈ ഗ്ലോമറുലസിനകത്തേക്ക് ബ്ലഡ് കിട്ടിയത്? ഓർമ്മിക്കുക, റീനൽ ആർട്ടറിയിലെ അഫറന്റ് ആർട്ടീരിയോളാണ് ഇങ്ങോട്ടേക്ക് ബ്ലഡ് കൊണ്ടുവന്നത്. ഇഫറന്റ് ആർട്ടീരിയോളായിട്ട് ഇത് പുറത്തേക്ക് പോവുകയാണ് അല്ലേ? അതേപോലെ ബോമൻസ് ക്യാപ്സ്യൂൾ എന്നുള്ള ഈ എന്താണ് അക്കപ്പ് ലൈക്ക് സ്ട്രക്ചർ പിന്നീട് PCT ആയി മുമ്പോട്ട് പോകുന്നു. വീണ്ടും അത് താഴേക്ക് എന്താണ് ഹെൻലേസ് ലൂപ്പ് എന്നുള്ള ഒരു പാർട്ടായിട്ട് മാറുകയാണ് അല്ലേ? അത് വീണ്ടും DCT ആയി മാറുന്നു. അത് പിന്നീട് കലക്റ്റിംഗ് ഡക്റ്റിലേക്ക് വന്ന് അവസാനിക്കുന്നു. ഇതേപോലെ തന്നെ നമ്മുടെ ഇഫറന്റ് ആർട്ടീരിയോളുടെ ബ്രാഞ്ചസ് റീനൽ ട്യൂബ്യൂളിന് ചുറ്റും ഒരു നെറ്റ്വർക്കായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അതങ്ങനെ കളക്ട് ചെയ്ത് അവസാനത്തേക്ക് എവിടേക്കാണ് എത്തിച്ചേരുന്നത്? നിങ്ങൾക്ക് കാണാം. എവിടെയത്? റീനൽ വെയിനിലേക്കാണ് അല്ലേ? റീനൽ വെയിനിലേക്കാണ് അത് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് പിന്നെ പെരിട്യൂബുലാർ കാപ്പിലർ എന്ന് വിളിക്കാം. അതിൽ തന്നെ എന്താണ് ഹെൻലേസ് ലൂപ്പിന് പാരലായിട്ട് ഒഴുകുന്ന അല്ലെങ്കിൽ പാസ് ചെയ്യുന്ന ആ ഒരു ബ്ലഡ് വെസലിനെ നമുക്ക് വാസ റെക്റ്റ എന്ന് പറയാം. ഇതൊക്കെ നമ്മൾ നെഫ്രോണിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഏതായാലും ഇത്രയും കാര്യങ്ങൾ പരിചയപ്പെടുത്തി അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഒരു 29 മിനിറ്റ് 44 സെക്കൻഡ് നമ്മൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു.
ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം മാത്രം. നമുക്കിനി ഈ ചാപ്റ്ററിൽ യൂറിൻ ഫോർമേഷനും അതേപോലെ തന്നെ കിഡ്നി ഫങ്ഷൻസിന് എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്, ഡിസോർഡേഴ്സ് പലതും പറയാനൊന്നുമില്ല, ആകെപ്പാടെ 2 ഡിസോർഡേഴ്സ് മാത്രം. ഇത്രയും ഭാഗങ്ങളൊക്കെ ചാപ്റ്ററിൽ ഇനിയും വരാനുണ്ട്. അപ്പോൾ ഒരു ഹാഫ് ആൻ അവർ വീഡിയോ എന്ന അർത്ഥത്തിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. ബാക്കി തുടർന്നുള്ള ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ് അടുത്ത വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുവരേക്കും ബൈ. നല്ല മക്കളായി നന്നായിട്ട് ക്ലാസ് പഠിച്ച് മുമ്പോട്ട് പോവുക. താങ്ക് യു വെരി മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.